നിവർത്തിയില്ലാത്ത പോരാട്ടമാണ്. എഴുപതാമത് നെഹ്റു ട്രോഫി. നെഹ്റു ട്രോഫി വള്ളംകളി മാറ്റിവെച്ച ടൈമായിരുന്നു. വയനാട് ദുരന്തമൊക്കെ വന്നപ്പം നെഹ്റു ട്രോഫി വള്ളംകളി മാറ്റിവെച്ചു. ആഗസ്റ്റിലെ സെക്കൻഡ് സാറ്റർഡേ നടത്തേണ്ട നെഹ്റു ട്രോഫി വള്ളംകളിയാണ്. 70ാമത്തെ നെഹ്റു ട്രോഫിയാണ്. വള്ളംകളി എന്ന് കേൾക്കുമ്പം തന്നെ നമ്മുടെ മനസ്സിൽ എത്തുന്നത് നെഹ്റു ട്രോഫി തന്നെയാണ്. അതുപോലെ തന്നെ എൻ്റെ മനസ്സിൽ വള്ളം, ചുണ്ടൻ വള്ളം എന്ന് കേൾക്കുമ്പം എൻ്റെ മനസ്സിൽ ഓടിയെത്തുന്ന ഒരു ചിത്രം കാരിച്ചാൽ. എൻ്റെ കാരിച്ചാൽ ജയിക്കുന്ന കളി ആകെപ്പാടെ നമുക്ക് ടെൻഷനാണ്. ഈ കാരിച്ചാൽ മത്സരത്തിൽ ഇറങ്ങുമ്പോൾ നെഹ്റു ട്രോഫിയെ സംബന്ധിച്ച് വള്ളംകളിയേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടം കാരിച്ചാൽ ചുണ്ടൻ ട്രോഫി നേടണം എന്നുള്ളതാണ്. എന്തോ എനിക്കും ഇഷ്ടമാണ്. ഞാൻ കാരിച്ചാൽക്കാരനല്ല കേട്ടോ. ആലപ്പുഴക്കാരുടെ ഒരു ഹരമാണ് ഈ വള്ളംകളി എന്ന് പറയാൻ. ഈ കാരിച്ചാലും പായിപ്പാടും വിയ്യപുരവും ഈ പ്രദേശങ്ങളെല്ലാം ഒന്നിച്ചു കിടക്കുന്ന, കാരണം ഒരു വേദിയുടെ വ്യത്യാസം കാണത്തുള്ളൂ. ഒരു പാലത്തിൻ്റെ വ്യത്യാസം വിയ്യപുരവും പായിപ്പാടും തമ്മിൽ. അങ്ങനെയുള്ള പ്രദേശങ്ങളാണ്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തിൽ കഴിയുന്നതാണ്. ഈ സ്കൂളുകളിലൊക്കെ പഠിക്കുന്ന പിള്ളേർ തമ്മിൽ ഈ വള്ളംകളിയുടെ പേരിൽ ഫൈറ്റിംഗ് നടത്താറുണ്ട്. അപ്പോഴേ വള്ളംകളി ഒരു ഹരമായ ഒരു മേഖല തന്നെയാണ്. ഈ പായിപ്പാടും കാരിച്ചാലും ചെറുതന, കരിവറ്റ, പായിപ്പാട് ഇതെല്ലാം അടുത്തടുത്ത പ്രദേശങ്ങൾ തന്നെ. ഒരെണ്ണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത പ്രദേശമായി. പായിപ്പാട്, വിയ്യപുരം, കാരിച്ചാൽ, ചെറുതന, കരിവറ്റ, അങ്ങനെ പോകുന്നു. അപ്പം അതുകൊണ്ട് ഈ വള്ളംകളി എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് ഭയങ്കര ഹരമാണ്. ഏതായാലും വള്ളംകളിയുടെ ഫൈനൽ നമുക്കൊന്ന് കാണാം. കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങൾ പറയാം. മൂന്നാം ട്രാക്കിൽ വിയ്യപുരം, നാലാം ട്രാക്കിൽ നിരണം. ആരാണ്? നിവർത്തിയില്ലാത്ത പോരാട്ടമാണ്. മേഘമാളികൾക്കിടയിൽ നിന്ന് ക്യാമറ തുറന്നുവിടൂ. റോക്കറ്റ് പോലെ കുതിച്ചു വരുന്ന ചുണ്ടവെള്ളമാണോ, കുതിരയാണോ, അറിയില്ല. ഒരേ കുതിപ്പ്, കഴിയില്ല. പറയാൻ കഴിയില്ല. ആരെന്ന് പറയാൻ കഴിയില്ല. ഒരുപോലെ ഫിനിഷ് ചെയ്തിരിക്കുന്നു. നാലാം ട്രാക്ക് കാരിച്ചാലാണോ, നിരണമാണോ, ഒപ്പത്തിനൊപ്പം കാരിച്ചാൽ. റെക്കോർഡ്. ഇതിനെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ആദ്യം മുതൽ കാരിച്ചാൽ പുറകിലാണെന്നൊരു ധാരണയായിരുന്നു ഉണ്ടായിരുന്നത്. ഇതുപോലെ നമ്മൾ കമന്ററി കേൾക്കുമ്പോഴും കാരിച്ചാൽ പുറകില, നിരണവും വിയ്യപുരം തമ്മിലുള്ള മത്സരമായിട്ട് തോന്നിച്ചു. പലപ്പോഴും നമ്മൾ ഇത് കാണുമ്പോഴും കാരിച്ചാൽ പുറകിൽ നിൽക്കുന്നതായിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ കളി കാണാനുള്ള, നമ്മുടെ ഇഷ്ടപ്പെട്ട വള്ളം പുറകിലാണെന്ന് അറിയുമ്പോൾ കളി കാണാനുള്ള താല്പര്യം. പക്ഷെ ലാസ്റ്റ് നിമിഷം കാരിച്ചാലിൻ്റെ ഒരു കുതിപ്പുണ്ടായിരുന്നു. കാരിച്ചാലും നടുവാകും വിയ്യപുരവും തമ്മിലുള്ള ഫൈറ്റ്. നിരണം ആദ്യമേയൊക്കെ മുമ്പിലായിരുന്നെങ്കിലും പിന്നെ അത് പുറകിലേക്ക് മാറുന്നു. അതാണ് വള്ളംകളിയുടെ മനോഹാരിത എന്ന് പറയുന്നത് നമുക്ക് അവിടെ കാണാൻ പറ്റും. അവസാനം ഫോട്ടോ ഫിനിഷ് വന്നപ്പം കാരിച്ചാൽ 0.5 മൈക്രോ സെക്കൻഡിൽ വിജയിച്ചു എന്നുള്ളതാണ്. രണ്ട് ടീമും, വിയ്യപുരവും നമ്മുടെ കാരിച്ചാലും തമ്മിലുള്ള വ്യത്യാസം, രണ്ടുപേരും 4 മിനിറ്റ് 29 സെക്കൻഡിലാണ് രണ്ട് ടീമും ഫിനിഷ് ചെയ്തത്. പിന്നെ 0.5 മൈക്രോ സെക്കൻഡിൻ്റെ വ്യത്യാസത്തിലാണ് കാരിച്ചാൽ മുമ്പിലെത്തിയത്. കാരണം അത് നമുക്ക് ചിന്തിക്കാൻ പറ്റും. കണ്ണടച്ച് തുറക്കുന്ന സമയം പോലും അല്ല, അതിനും കുറവ് എന്ന് പറഞ്ഞാൽ എന്താണ് ഫോട്ടോ ഫിനിഷിംഗ് എന്ന് പറയുന്നത്. അതുപോലെ നടുഭാഗം, മൂന്നാം സ്ഥാനത്തുള്ള നടുഭാഗം 1 സെക്കൻഡിൻ്റെ വ്യത്യാസമുള്ളൂ ഇവരെല്ലാം തമ്മിൽ. അപ്പം അത്രയ്ക്കൊരു മത്സര വള്ളംകളി. എനിക്ക് തോന്നുന്നു നെഹ്റു ട്രോഫി വള്ളംകളിയിലെ ഏറ്റവും ഒരു കടുത്ത മത്സരം തന്നെയായിരുന്നു ഇന്ന് നടന്നത്. അതിനുശേഷം ഈ മത്സരം കഴിഞ്ഞതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും ചില വഴക്കുകളും
ഇതുമൊക്കെ ഉണ്ട്. ഈ മൈക്രോ സെക്കൻഡിലൊക്കെ വ്യത്യാസത്തിലൊക്കെ വള്ളംകളിയിലൊക്കെ ജയിക്കുക എന്ന് പറയുമ്പോഴത്തേന് അങ്ങോട്ട് ബാക്കിയുള്ളവർക്കൊക്കെ ഭയങ്കര വിഷമമാകത്തില്ലേ? അത് സർവ്വസാധാരണയാണ്. പ്രത്യേകിച്ച് വിയ്യൂരും കാഴ്ചയും തമ്മിൽ അടുത്തടുത്ത പ്രദേശങ്ങളാണ്. അപ്പം അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അഭിമാന പ്രശ്നമാണ്, അഭിമാന പോരാട്ടം. വള്ളംകളി എന്ന് പറയുമ്പോഴത്തേന് അവിടുത്തെ ഒരു അത് നമ്മൾ പോയി അനുഭവിക്കണമെന്ന് ഒരു ഹരമാണ്. അപ്പം നമ്മുടെ ഈ പ്രദേശങ്ങളിലെല്ലാം പോകുമ്പോഴത്തേന് എല്ലാവരുമായിട്ട് സംസാരിക്കുമ്പോൾ വള്ളംകളി എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകതയാണ്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ ഒരു കരക്കാരുടെ നമുക്കറിയാമല്ലോ, കരക്കാരെ എന്ന് പറയുമ്പോൾ അവരുടെ വള്ളത്തിന് വേണ്ടി അവർ ജീവൻ വരെ കളയാൻ തയ്യാറാകും. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമായിട്ട് എനിക്കിത് കാണാൻ പറ്റുകയുള്ളൂ. മൈക്രോ സെക്കൻഡുകളിലൊക്കെ വ്യത്യാസത്തിൽ സംഭവിക്കുക എന്ന് പറയാം. അതിൻ്റെ ഒരു തർക്കം അവിടെ ഉണ്ടാകുകയും ചെയ്തു. നമുക്കതും കൂടെ ഒന്ന് കാണാം. തന്നെ ഫൈനൽ കാര്യം നോക്കണം. കാര്യം വില്ലേജ് തന്നെയാണ് ലീഡ് പിടിച്ച് ആദ്യം NDBR ഇട്ട ഫൈനലിനകത്ത് ടൈമിംഗ് ആണ്. നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. ടൈമിങ്ങിനകത്ത് കാരിച്ചാലും വിയ്യൂരും ഒരേ ടൈമിംഗ് ആണ്. അറ്റേ സെക്കൻഡിൽ തന്നെ അവർ ടൈമിംഗ് മാറ്റുമായിരുന്നു. ഒരിക്കലും കാരിച്ചാലല്ല ഇതിനകത്ത് ജയിച്ചിരിക്കുന്നത്. വിയ്യൂരത്തനാണ് വ്യക്തിപരമായിട്ടുള്ള ലീഡ് പിടിച്ച് ജയിച്ചിട്ടുള്ളത്. സെക്കൻഡ് തന്നെ മൈക്രോ സെക്കൻഡ് ആയിട്ട് ഡിവൈഡ് ചെയ്തത്. അത് മൈക്രോ സെക്കൻഡ് ആയിട്ട് ഡിവൈഡ് ചെയ്താലും NDBR ഇട്ട ലിസ്റ്റാണിത്. NDBR നിങ്ങൾ നോക്കുക. ഞാൻ ക്യാപ്റ്റനാണ്. ഞാൻ പറയാം, ഇവർക്ക് വിഷ്വല് കാണിക്കാൻ എന്തുകൊണ്ട് മടിക്കുന്നു? ഇവർ ആദ്യം കാണിയപ്പോൾ 4.29 രണ്ട് വള്ളങ്ങളും ഒരുപോലെ. അത് വീഡിയോയിൽ കാണിക്കണം. 4.29 എന്നുള്ളത് കാണിച്ചതാണ്. പിന്നെ എങ്ങനെ ഒരു വള്ളത്തിൽ ട്രോഫി കൊടുക്കും? വേണമെങ്കിൽ ഇവർക്ക് ഇത് മാറ്റി വെക്കാറുണ്ടല്ലോ. അല്ല, രണ്ട് കൂട്ടർക്ക് ഒരുപോലെ ട്രോഫി കൊടുക്കാറുണ്ടല്ലോ. എന്തുകൊണ്ടായില്ല? അപ്പൊ എന്ത് പാർഷ്യാലിറ്റി കാണിക്കുന്നത്? ഞങ്ങൾ എവിടെ കളിക്കാൻ വന്നാലും ഞങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും മോശം ട്രാക്ക്. അപ്പോൾ മൈക്രോ സെക്കൻഡ് വ്യത്യാസം എന്ന് പറഞ്ഞാൽ 4 മിനിറ്റ് 29 രണ്ടുപേരും ടൈം കാണിക്കുന്നത്. പക്ഷേ മൈക്രോ സെക്കൻഡ് വ്യത്യാസം ആർക്കെങ്കിലും കപ്പ് കൊടുത്തേ പറ്റൂ. അപ്പോൾ ഇവർ പറഞ്ഞ പ്രകാരം രണ്ടുപേർക്കും കൂടെ കപ്പ് കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് മൈക്രോ സെക്കൻഡിൻ്റെ വ്യത്യാസത്തിൽ ഒത്തിരി സാങ്കേതിക വിദ്യയൊക്കെ ഒത്തിരി പുരോഗമിച്ച സമയത്ത് മൈക്രോ സെക്കൻഡ് വ്യത്യാസത്തിൽ കാരിച്ചാൽ വിജയിച്ചു. ഇപ്പം കാരിച്ചാലല്ല വിയ്യൂരമാണ് വിജയിച്ചതെങ്കിൽ കാര്യം ഇങ്ങനെ ആക്ഷേപം ഉന്നയിക്കും. അത് സർവ്വസാധാരണയാണ്. അത് ഇതിൻ്റെ ഒരു സ്പിരിറ്റ് കണ്ടാൽ മതി എന്നെനിക്ക് തോന്നുന്നു. നാളെ ഇവരെല്ലാം അതെല്ലാം മറന്ന് ഒത്തിരി അടുത്ത നെഹ്റു ട്രോഫിക്ക് വേണ്ടി ഇങ്ങനെ ഫൈറ്റ് ചെയ്യും. ഇതങ്ങ് പോവും. ഇത് നാട്ടുപ്രതി നമ്മൾ ഈ വലിയ വഴക്കിലും വെക്കാണത് അന്നേരത്തെ ഒരു തോന്നൽ, ഗ്രാമപ്രദേശത്തുള്ള ആൾക്കാർ അന്നേരത്തെ ഒരു തോന്നൽ, അത് അവർ നാളെ എല്ലാം മറക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധുക്കൾ, കാരിച്ചക്കാർ കുടുംബങ്ങളിൽ നിന്ന് തന്നെ കല്യാണം കഴിച്ചവരുണ്ട്, വിയ്യൂരത്തുകാരുമുണ്ട്, പായിപ്പാട്ടുകാരുമുണ്ട്, ഒക്കെ ഉണ്ട്. അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ടീം സ്പിരിറ്റ് കണ്ടാൽ മതി. അതൊക്കെ നാളെ അവരങ്ങ് മറക്കും. അപ്പോൾ ഇതാണ് ഫോട്ടോഫിനി. ഏതായാലും ഞാൻ സന്തോഷവാനാണ്. ഈ വിയ്യൂരത്തിൻ്റെ ദുഃഖത്തിൽ ഞാൻ പങ്കുചേരുന്നു. പക്ഷേ ഈ പ്രദേശങ്ങളുമൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ബന്ധമുള്ളതാണ്. നമ്മൾ അതിൻ്റെ അടുത്ത പ്രദേശവാസികൾ തന്നെയാണ്. അപ്പം ഈ ദുഃഖത്തിൽ പങ്കുവയ്ക്കും. പക്ഷെ കാരിച്ചാൽ ജയിച്ചതിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഈ പായിപ്പാട് ജലോത്സവത്തിൽ കാരിച്ചാലാണ് ഇപ്രാവശ്യം കപ്പ് നേടിയത്. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബാണെന്ന് തോന്നുന്നു കാരിച്ചാൽ തുടങ്ങിയത്. അവരുടെ തുടച്ച് 5ാമത്തെ കിരീടമാണ്. എനിക്ക് തോന്നുന്നു കാരിച്ചാലിൻ്റെ 16ാമത്തെ അങ്ങോട്ട് കിരീടമാണ്. ഏറ്റവും കൂടുതൽ കപ്പ് നേടിയ കാരിച്ചാൽ തന്നെയാണ്. അങ്ങനെ കാരിച്ചാൽ ഈ പ്രാവശ്യത്തെ നെഹ്റു ട്രോഫി നേടിയിരിക്കുന്നു. അപ്പം മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. ഓക്കെ, ബൈ.